അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരങ്ങളെ, കച്ചവടത്തിൻ്റെ സക്കാത്തുമായിട്ടൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും കച്ചവടക്കാരാണ്. പക്ഷേ പല ആളുകളും സക്കാത്ത് കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരു വർഷം തികയുമ്പോൾ ഹൗൽ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കച്ചവട വസ്തുവിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കണം. അതായത് സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വസ്തുക്കളുടെ മാർക്കറ്റ് വില എന്താണോ അതാണ് പരിഗണിക്കേണ്ടത്. വസ്തു വാങ്ങിയ സമയത്തെ വിലയല്ല. നമ്മൾ ചിലപ്പോൾ 2-3 കൊല്ലം മുമ്പ് കടയിൽ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടോ, അന്നത്തെ വിലയല്ല, കറൻറ്റ് മാർക്കറ്റ് വാല്യൂ, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ പരിഗണിക്കേണ്ടത്. കച്ചവട വസ്തുവിൻ്റെ വിപണി വില തൻ്റെ കൈവശമുള്ള കറൻസിയെ പോലെ തന്നെ പരിഗണിക്കും. അഥവാ ഒരു വർഷം തികയുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണോ, വസ്തുക്കളാണോ നമ്മുടെ കടയിലുള്ളത്, അതിൻ്റെ അന്നത്തെ വില കണക്കാക്കി അതിനെ കറൻസി എന്ന പോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃത്യമായിട്ട് കണക്കാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കടയിൽ ഒരു 5 ലക്ഷം രൂപയുടെ വസ്തുക്കളുണ്ട്. കച്ചവടം ചെയ്യാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുള്ള 5 ലക്ഷം രൂപയുടെ വസ്തുക്കൾ നമ്മുടെ കടയിലുണ്ട്, ഷോപ്പിലുണ്ട് എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ കണക്കൂട്ടണം. ഇന്നതിൻ്റെ വില കണക്ക് നിങ്ങൾ കണക്കൂട്ടണം. 1 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ 1 ലക്ഷമുണ്ട്, കടയിൽ 5 ലക്ഷം രൂപയുടെ വസ്തുക്കളുണ്ട്, 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് 6 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. അഥവാ 6 ലക്ഷം രൂപയുടെ സക്കാത്ത് 15,000 രൂപയാണ്. ആ 15,000 രൂപ നമ്മൾ കൊടുത്താൽ, അതിൻ്റെ അവകാശികൾക്ക് നമ്മൾ കൊടുത്താൽ, നമ്മളുടെ കയ്യിലുള്ള പൈസ അതിൻ്റെ സക്കാത്തും വീടി, നമ്മളുടെ കടയിലുള്ള വസ്തുക്കളുടെ സക്കാത്തും അവസാനിച്ചു. അല്ലാഹു സ്വീകരിക്കട്ടെ.